വിഭവശേഷി കൊണ്ടും ജനസംഖ്യ കൊണ്ടും മുന്നിൽ നിൽക്കുന്ന അറബ് രാജ്യങ്ങളിൽ ഒന്നാണ് ഈജിപ്ത്. പിരമിഡുകളാലും മമ്മികളാലും ഈ രാജ്യം പ്രശസ്തവുമാണ്. നിഗൂഢതകളും അത്ഭുതങ്ങളും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ നാട്ടിലേക്ക് ഒരു യാത്രയായാലോ? ഈജിപ്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്നവയാണ് പ്രവേശന കവാടങ്ങളുടെ ഇരുവശങ്ങളിലും ഉയർന്നു നിൽക്കുന്ന ഫറവോണിക് നിരകൾ. 4000 വർഷം വരെ പഴക്കമുള്ള ഈജിപ്ഷ്യൻ ചരിത്രവും സംസ്കാരവും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് ദർശിക്കാനാവും. കരകൗശല വസ്തുക്കളുടെ വലിയ ശേഖരമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. വലിയ സ്റ്റോളുകളിൽ നിറയെ ഇവ പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നു. വളരെ ഭംഗിയുള്ള കരകൗശല വസ്തുക്കളാണിവ. ഏതു വലിപ്പത്തിലുള്ളവയും ഇവിടെ തിരഞ്ഞെടുക്കാം. വീടുകൾ അലങ്കരിക്കാനുള്ളവയാണ് അധികവും. ഇവ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാൻ തന്നെ മനോഹരമാണ്. ചിത്രപ്പണികളിലൂടെ തിളങ്ങുന്ന കളിമൺ പാത്രങ്ങളും നിരവധിയാണ്. ഈജിപ്തിലെ ജനതയുടെയും ഫറവോമാരുടെയും എല്ലാം പാരമ്പര്യം വിളിച്ചോതുന്ന തളികകളും ഇവിടെ ധാരാളമായി ഉണ്ട്. ഗൃഹാലങ്കാരത്തിനായി ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട്. സ്ഫിൻക്സിന്റെയും ഈജിപ്ഷ്യൻ ഫറവോമാരുടെയും രൂപങ്ങൾ ധാരാളമായി ഇവിടെ എത്തിച്ചിരിക്കുന്നു. ഈജിപ്ത് ജനതയുടെ വേഷം ധരിച്ച ചെറുപ്രതിമകളും ഇവിടെ ധാരാളം കാണാം. കുറച്ചുകൂടി നടക്കുമ്പോൾ വസ്ത്രവൈവിധ്യവും കൂടാതെ ബെല്ലി ഡാൻസ് വസ്ത്രങ്ങളും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. കണ്ണാടികൾ പോലും അലങ്കരിച്ച് നിർമ്മിച്ചിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് എന്ന് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. പല വർണ്ണത്തിലുള്ള ഈജിപ്ഷ്യൻ പിരമിഡുകളുടെ ചെറു രൂപങ്ങളും സന്ദർശകർക്കായി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള സുവനീറുകൾ, ഔദ് എന്ന വാദ്യോപകരണത്തിന്റെ വിവിധ വലിപ്പത്തിലുള്ളവ എന്നിവയെല്ലാം ഇവിടെ യഥേഷ്ടമുണ്ട്. സുവനീറുകളായി സൂക്ഷിക്കാൻ പറ്റുന്ന ചെറിയ ഔദുകൾ നീണ്ട നിരയായി തന്നെ ഇവിടെ ഇരിക്കുന്നു. ഈജിപ്ഷ്യൻ പവലിയനിൽ അധികവും കാണുന്നത് വസ്ത്രങ്ങളും അതുപോലെ തന്നെ പല വർണ്ണങ്ങളിലുള്ള പല രൂപത്തിലുള്ള സ്ഫടിക പാത്രങ്ങളുമാണ്. കണ്ണെടുക്കാൻ തോന്നാത്ത രൂപത്തിൽ പൂർണ്ണതയോടെ നിർമ്മിച്ചിരിക്കുന്ന ഗ്ലാസുകളും കപ്പുകളും ഫ്ലാസ്കുകളുമെല്ലാം സന്ദർശകരെ ഇവിടെ ആകർഷിക്കാൻ പോരുന്നവയാണ്. പ്രകൃതിദത്ത ചായങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രങ്ങളും ഇവിടെയുണ്ട്. പല ആശയങ്ങളെ ആസ്പദമാക്കിയാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം പെയിന്റിങ്ങുകളും ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ ഈ നാടിന്റെ സംസ്കാരം തുടിക്കുന്നവയാണ്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈജിപ്ഷ്യൻ ജനതയുടെ കലാരൂപങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കാറുണ്ട്. വസ്ത്രങ്ങളും സ്ഫടികപാത്രം നിർമ്മാണവുമായിരുന്നു ഒരു കാലത്ത് ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന തൊഴിലുകൾ. ഈ തെരുവുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കെയ്റോയിലെ ഏറ്റവും പഴയ ചരിത്രപരമായ അൽമോസ് സ്ട്രീറ്റിലൂടെ സഞ്ചരിക്കുകയാണെന്നാണ് നമുക്ക് അനുഭവപ്പെടുക.